കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാനൊരു ജാതകംകുടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടോണർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോസ് വാട്ടർ. അതിനുശേഷം മോയ്സ്ചറൈസർ, അത് വന്നിട്ട് പോൺസിന്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സൺസ്ക്രീമും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പ്രൈമർ ആണ്. പ്രൈമറും ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം കളർ കറക്റ്റർ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളർ കറക്റ്റർ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിനടിയിലൊക്കെ ഡാർക്ക് സർക്കിളിന് ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കറക്റ്ററിന് മുകളിലോട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ല രീതിക്ക് തന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് BB ക്രീമാണ്. അപ്പോൾ BB ക്രീം ഷെയ്ഡ് എൻ്റെതായിരുന്നില്ല, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടി വന്നു, എൻ്റെ ഷെയ്ഡിലോട്ടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ടാൽക്കം പൗഡർ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഐ ഷാഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്, താഴേത്തും മുകളിലും ഒക്കെ തന്നെ കണ്ണെഴുതിയിട്ടുണ്ട്. അതിനുശേഷം പൊട്ടായിരുന്നു കേട്ടോ കൺഫ്യൂഷൻ, കല്ല് വെച്ച് പൊട്ട് വെക്കണോ വെറും ബ്ലാക്ക് പൊട്ട് വെക്കണോന്ന്. ഞാൻ വച്ച് നോക്കിയിട്ട് കല്ല് വെച്ച പൊട്ട് തന്നെ സെലക്ട് ചെയ്തു. അതിനുശേഷം NYBയുടെ സ്റ്റോക്ക് ക്രീമാണ് ഞാനൊന്ന് ബ്ലഷ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ഷൈനൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ പർപ്പിളിൽ സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ലിപ് ലൈനർ വെച്ച് ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടു. ഇതിന്റെ മീതെ കൂടെ ഞാൻ വേറൊരു ഷെയ്ഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഇട്ടപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. പിന്നെ കമ്മലായിരുന്നു കൺഫ്യൂഷൻ. അവസാനം ഞാൻ ഈ രണ്ട് കമ്മലിൽ നിന്ന് ഈ കമ്മൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഹെയർ സ്റ്റൈലാണ്, എങ്ങനെയൊക്കെ കെട്ടിയാലും അവസാനം നമ്മൾ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ എത്തും. അപ്പോൾ അങ്ങനെ അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ.